70ാമത്തെ വയസ്സിൽ സാക്ഷരത ക്ലാസ്സിൽ വന്നിരുന്നു ഉറങ്ങുന്നു. പഠിക്കാൻ പോയ സമയത്തേ പഠിക്കണമായിരുന്നു ഞാനും. മനുഷ്യ, ഞാൻ സാക്ഷരത ക്ലാസ്സിൽ ഇരിക്കുമ്പോ വിളിക്കണം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വരത്തില്ല. ആരാ പൊന്നമ്മ ഇപ്പൊ വിളിച്ചേ? ഓ, എന്റെ കെട്ടിയോ. ഞാൻ ഇപ്പൊ സിനിമയ്ക്ക് അല്ലെന്ന് പോലും. അമ്പുരാനല്ലെന്ന് എമ്പുരാൻ. ഇതെന്തോ പുലിക്കെട്ട്? അത് കുറച്ച് അവില. കൊച്ചകിലോ? വിളയിച്ച അവലാണ്. അല്ലെങ്കിൽ ഇച്ചിരി വെള്ളത്തിൽ കൂടുതലാവന്. വന്നല്ലോ നമ്മുടെ സാറ്. നമസ്കാരം. നമസ്കാരം. എന്നാ പിന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് അങ്ങ് പോയാലോ? ഇതെവിടെ എണീറ്റ് പോവാ? ക്ലാസ്സിലോട്ട് വാന്ന് പറഞ്ഞു. അയ്യോ, ക്ലാസ് ഇത് തന്നെയല്ലയോ? ഞാനല്ലേ പഠിപ്പിക്കുന്നേ. രണ്ടുപേർത്തും ചാർട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നോ? സാറേ, ഞാൻ കൊണ്ടുവന്നു. കുറച്ച് എന്റെ പൊന്നമ്മച്ചി, ചാർട്ട് കൊണ്ടുവരാനല്ലേ പറഞ്ഞേ, അല്ലാതെ ചാക്ക് കൊണ്ടുവരാനാണോ പറഞ്ഞേ? ഇനി കൊച്ചാട്ടിനടുത്ത് ഞാൻ പറഞ്ഞു പദ്യം പഠിച്ചോണ്ട് വരാൻ. ഇനിയിപ്പോ അതിന് മദ്യം വല്ലതും മേടിച്ചോണ്ട് വന്ന് കാണുമോ? കൊണ്ടുവന്നിട്ടുണ്ട്. എന്തോന്ന്? ഒരു ക്വാർട്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. പൊട്ടിക്കും ഞാൻ. അയ്യോ വേണ്ട. അതല്ലെന്ന് എടുത്തു വെച്ചാൽ ക്ലാസ് കഴിയുമ്പോ നമുക്ക് ഓരോന്ന് അടിക്കാന്ന്. രണ്ടുപേരും ബോർഡിലോട്ട് നോക്കിയിരുന്നോണം. പിടിക്കുന്നില്ല. എന്നെയാന്ന് പിടിക്കാത്ത? അയ്യോ, എന്റെ കണ്ണ് പിടിക്കുന്നില്ലെന്ന്. ഇന്നലെ കൊണ്ടുവന്ന ചീരത്തോരനെ കൊണ്ടായിരുന്നു. അത് മുറുക്കാൻ അടിച്ചല്ലയോ? അല്ലായിരുന്നു. കണ്ടോ, മലയാളം എഴുതി വെച്ചിട്ട് സയൻസ് ആണ്. നമുക്കിനി അല്പം മലയാളം പഠിക്കാം. മലയാളത്തിലെ ആദ്യത്തെ അക്ഷരമേതാ? അപ്പൊ അറിയാം. അടുത്തത് ക. അടുത്ത അക്ഷരം ഇക്ക എങ്ങനെ എഴുതണമെന്ന് ആ ചേട്ടനൊന്ന് എഴുതി കാണിച്ചേ. അക്ക. ഇക്കാടെ കാ എങ്ങനെയാ? ഇക്കാടെ കാ എങ്ങനെയാന്ന് എനിക്കറിയാവോ? ഈ സാറിനോട് തന്നെ അങ്ങ് ചോദിക്കേ. സാറേ, എനിക്ക് ഇക്കാടെ കായ അറിയത്തില്ല. അവിടെ പോയിരുന്നേ. ഇച്ചയോടാ. നേതാജി സുഭാഷ് ചന്ദ്രബോസ് കപ്പിലിറങ്ങിയത് എവിടെ? നേതാജി. നേതാജി വേണ്ട, അമൃത ചാനലിൽ ഷൂട്ടിന് പോയിക്കുന്ന എറണാകുളത്ത്. ആരോട് പറയാനാന്ന് പറ. അപ്പുറത്തെ ക്ലാസ്സിലുള്ള പിള്ളേരെല്ലാം കൊണ്ട് ഇങ്ങോട്ട് നോക്കിയിരിപ്പുണ്ട്. ഇനി ഞാൻ എന്തോ ചെയ്യും? രണ്ടുപേരും കണക്കായി പോയല്ലോ. കണക്കല്ലയോ? അതല്ല പറഞ്ഞത്, രണ്ട് കണക്ക. കണക്കാണ്. അടുത്ത ചോദ്യം കണക്കിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ആരാണ് ഒന്നിന്റെ പട്ടിക ചൊല്ലുന്നത്? വെരി ഗുഡ്. അയ്യോ, എന്റെ അടുത്ത് ചോദിക്കരുത്, എനിക്ക് കണക്കറിയത്തില്ല. ഞാൻ പറഞ്ഞാലേ ഏറ്റു പറഞ്ഞാ മതി. ഓരോന്നൊന്ന് ഈരൊന്ന്. ഇരിക്കാൻ ഞാൻ പറഞ്ഞു. സാറിപ്പോ പറഞ്ഞിരുന്നോളാൻ പറഞ്ഞു. എന്നാ പിന്നെ അവിടെ തന്നെ ഇരുന്നു. 25-ന് 5 കൊണ്ട് കരിച്ചാൽ എന്ത് കിട്ടും? ചാമ്പല് കിട്ടും. ചാമ്പല് കിട്ടുമെന്നോ? എന്ത് കരിച്ചാലും നമുക്ക് ചാമ്പലേ കിട്ടത്തുള്ളൂ. താണ്ട് ഇങ്ങോട്ട് നോക്കിക്കോണം. ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്ക് പോയാൽ നമുക്ക് എന്ത് കിട്ടും? സുഖം കിട്ടും. സുഖമോ? സുഖവും കിട്ടും. എനിക്ക് മനസ്സിലായില്ല. ആറ് കേട്ടിട്ടില്ലയോ? ഇല്ല. സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു. മതി 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 മതി, നിർത്തിക്കോ. സാറേ, എനിക്ക് സംശയം ഉണ്ടായിരുന്നു കേട്ടോ. ഈ സോഷ്യോളജിയും ബയോളജിയും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാ സാറേ മനസ്സിലാക്കുന്നേ? ചുരുക്കത്തിൽ ഞാൻ അങ്ങ് പറഞ്ഞുതരാം കേട്ടോ. ചേട്ടന്റെ മകൻ ചേട്ടനെ പോലെയാണ് ഇരിക്കുന്നെങ്കിൽ അത് ബയോളജിയും, അതല്ല എങ്കിൽ അത് സോഷ്യോളജിയും. പോയി. ഞാൻ തന്നെ. നീ തരടാ തമ്മെന്ന് നിന്നെ മക്കളെടുത്ത് ചോദിച്ചാ പോരെ? അതുപോട്ടെ. മക്കളുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. ചേട്ടന്റെ മക്കൾ എത്ര? എനിക്ക് ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. അയ്യോ, മക്കളെത്രാന്നല്ല, മക്കളെത്രാന്നാ ചോദിച്ചത്. അത് പോട്ടെ. ഒരു പൂവിൽ പരാഗണം നടക്കുന്നത് എങ്ങനെ? ഉഷയുടെ തലയിരിക്കുന്ന പൂ എടുത്ത് രമയുടെ തല വെക്കുവാണെങ്കിൽ അത് പരാഗണോ? അത് പരാക്രമണോ? അടുത്തത് കേട്ടെഴുത്താ. സാറ് പറയുന്നു, ഇവ കേൾക്കുന്നു, ഞാൻ എഴുതുന്നു. അതാണോ കേട്ടെഴുത്ത്? എനിക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ലല്ലോ. ഈ സാറിന് എന്തൊരു സംശയം ഉണ്ടോ? എനിക്കൊരു സംശയമുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും സംസ്കൃതം അറിയാമോ? അതെങ്ങനെ ഇരിക്കും? അതാ എന്റെ സംശയം. രണ്ടുപേരും കൂടെ എന്റെ സംശയം തീർക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞു വിട്ട പദ്യം പഠിച്ചോണ്ട് വന്നിട്ടുണ്ട് രണ്ടാളും. ഞാൻ പഠിച്ചിട്ടുണ്ട്. അതാ ചൊല്ലിക്കേ. മലരാണി കാടുകൾ തിങ്ങി വിങ്ങി, മരുതകാതിയിൽ മുങ്ങി മുങ്ങി, കടലും വിഴിയും ഒരു കുടുംബം, ഒരു കുടുംബം. ഇച്ചാട് പേരെന്തോന്നാ പറഞ്ഞേ? പൊന്നമ്മ കല്ലറ. എന്തിനാ ഇങ്ങോട്ട് എഴുതല്ലേ? ആ കല്ലറക്കകത്ത് തന്നെ കടന്നാ പോരായിരുന്നോ? രണ്ടുപേരെ ഞാൻ പിടിച്ചിട്ട് തല്ലാത്ത എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാ? മക്കളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് സാറ് പഠിച്ചില്ല. ഇതൊക്കെ പഠിച്ച് വലിയ ആളായിട്ട് വേണം എനിക്കൊന്ന് ആളായി നടക്കാൻ. ഈ പ്രായത്തിലോ? മോഹനാ നടന്നത് തന്നെ. ഈശ്വരാ. നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു എന്താ പറഞ്ഞ ക്ലാസ് മൂഡ് അല്ലേ? ചിരിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചേട്ടൻ വേറെ ചിന്തയിലാണ് ഇപ്പോഴും. എന്നെ ആണോ ഇവിടെ ഇങ്ങനെയൊക്കെ മറന്നുപോയി സ്കിറ്റ് കഴിഞ്ഞിട്ടിരിക്കാന്നുള്ളതേ. പെർഫോമൻസ് പക്ഷെ എത്രത്തോളം ബാറ്ററി ചാർജ് ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ നമുക്കറിയാം. അതിന്റെ മുമ്പ്
ഇവരിൽ ഒരാള് മിമിക്രി ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞു. ആണോ? അത് റജി. റേച്ചേട്ടനോ? ആരാ ഒരാളുണ്ട്. റേച്ചേട്ടൻ? ഞാനോ? അല്ല, ആ. അനീഷ് ചെയ്യും, ഞാനും ചെയ്യും. രണ്ടുപേരും ചെയ്യും. ശരി, അപ്പൊ റെജി ചേട്ടൻ എന്തായാലും റെജിച്ചേട്ടാ നമുക്ക് മിമിക്രി കേൾക്കണം. NF വർഗീസ് സാറിന്റെ ശബ്ദമാണ്. ആ. അടിച്ചവനാരടാ, ആണ്ടവനോ അതോ സേബ്ജിയോ? അടിച്ചതല്ല, അല്ലടാ, ചവിട്ടിയതാ, അതും സൂട്ട്സ് ഇട്ട കാലുകൊണ്ട്. ഇപ്പൊ കൊറേ ആയോ ചെയ്തിട്ട്? ഒത്തിരി നാളായി. ഒത്തിരി നാളായോ? ആ, അപ്പൊ ശരി, അടുത്ത രണ്ടു മൂന്ന് വോയിസ് കൊണ്ട് നമുക്ക് അങ്ങ് കേൾക്കാന്നേ. എനൻപിള്ള സാറിന്റെ. എന്തൊക്കെയാണോ മറക്കണ്ടേ? പറയാം. എന്തൊക്കെയാണ്? എന്റെ ലക്ഷ്മി, ഈ വീടിന്റെ ലക്ഷ്മി എന്റെ കൈകളിൽ കിടന്ന് പിടഞ്ഞു മരിക്കാൻ പറയണോ? പറയണോന്ന് പറയാം. അടിപൊളി. ഇനി അടുത്ത ആരുടെ വോയിസാ കേൾക്കാൻ പറ്റും ചേട്ടാ? ഇത്രയും മതി. 2 എണ്ണം മതി. ശരി, തൽക്കാലം നമുക്ക് 2 എണ്ണത്തിൽ ഒതുക്കാം എന്നാ പറയുന്നേ. ചേട്ടാ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. യെസ്. മുകേഷ് ഏട്ടന്റെ ശബ്ദമാണ്. ആ. പഴയ ഡയലോഗാ. ആ, എളിയ പായൻകുട്ടി, നില്ല് ഫോണിൽ അവളില്ലേടി ആ ആനപ്പുറയില്. മാലു, ഇന്നലെ എനിക്കൊരു പൊടി ഉറങ്ങാൻ പറ്റില്ലടേ. തമാശകള്. എന്നിട്ട് ഐ ലവ് യു എന്നങ്ങ് പറയടേ. ഒരു ചെറിയ പൂച്ചക്കുട്ടി ഇവിടുത്തെയാണോ? അല്ലല്ലേ? ഞാനേ ഈ ഇടയ്ക്ക് കുളക്കട വഴി യാത്ര ചെയ്തപ്പോ നിങ്ങൾ മിണ്ടാലണ ഞാൻ കുളക്കട വഴി യാത്ര ചെയ്തപ്പം ഒരു ഫ്ലെക്സ്. അപ്പൊ ഫ്ലെക്സിൽ ഉള്ളത് ഇവര് 3 പേരുടെ പടം. അതിന്റെ കൂട്ടത്തില് അമൃത ടിവിയിലെ കോമഡി മാസ്റ്റേഴ്സിൽ എത്തിയ ടീം ഗ്രാൻഡ്. എന്താണ് ഗ്രാൻഡ്? യെസ്, എനിക്ക് ഓർമ്മയുണ്ട്. ടീം ഗ്രാൻഡിന് എല്ലാവിധ ആശംസകളും. അപ്പൊ നിങ്ങക്ക് ഭയങ്കര നാട്ടിൽ നിന്നൊക്കെ വൻ സപ്പോർട്ടാണല്ലോ. എനിക്ക് സപ്പോർട്ടിങ് കുറവുണ്ട് വീട്ടില്. നിങ്ങളാ നാട്ടുകാരനല്ലേ? എന്താണ്? ഞാൻ പത്തനാപുരം വന്നല്ലോ. പത്തനാപുരം? അവിടെ എന്നാ കുഴപ്പം? അല്ല, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഇതാ. എന്ത് സപ്പോർട്ട്? നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ അവിടെ ആരുമില്ലേ? എങ്ങനെയാ അങ്ങനെ തോന്നാൻ കാരണം എന്നാ? അത് നമുക്കറിയാം. കാരണം വെച്ചാൽ ഞാന് അണ്ണാ ചേട്ടാ വാ. ഞാന് പ്രോഗ്രാമിന് വരുന്നിടത്ത് എൻ്റെ അടുത്ത് പറയും സഞ്ചിയും കൊണ്ട് ഒരു പാൻറ് കിട്ടാണ് പോകുന്നത്. പ്രോഗ്രാമിന് പോകുമ്പോ സഞ്ചിയും കൊണ്ട് അയാളെ പോകുന്നു. അതൊക്കെ എന്നെ ഒരുപാട് പേര് ഞാൻ കേൾക്കാതെ തന്നെ പറഞ്ഞിട്ടുണ്ട്. സഞ്ജീവ് പരിപാടിക്ക് പോകുന്ന അതെന്നെ ഒരുപാട് ഫീൽ ചെയ്തു. പക്ഷെ നമ്മുടെ നാട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒന്നുമില്ല, നിങ്ങളുടെ നാട്ടിൽ ഈ സപ്പോർട്ട് ചെയ്യാത്ത എത്ര പേര് ടിവിയിൽ വന്നു. പക്ഷെ എന്നെ ഈ എറണാകുളത്തുള്ളവര് എത്ര പേര് എന്നെ ആദരവ് നൽകി എന്നെ അംഗീകരിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അതിന്റെ ഒരു ട്രോഫിയും പലകവും ഒക്കെ തന്ന് എന്റെ വീട്ടിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് കാലടിയിട്ടുള്ളവര്. കളിയാക്കാന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടെ വരാൻ പറ്റാത്തോണ്ടാണ്. അവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ പോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു വേദി കിട്ടുക, അല്ലാതെ ഇങ്ങനത്തെ ഒരു വലിയ 10 പേര് അറിയുന്ന ഒരാളാണെന്നുള്ളതന്നെയല്ലേ. പക്ഷെ അവർക്ക് അത് കിട്ടാത്തോണ്ടാണ് അവർ കളിയാക്കുന്നത്. അതാണ്, അങ്ങനെ കരുതിയാ മതി. ഞങ്ങളുടെ ഇപ്പൊ കഴിഞ്ഞ കള്ളന്റെ സ്കിറ്റ് ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ചു. നല്ല പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് പറഞ്ഞു നല്ല സ്കിറ്റാണ് ഒരുപാട് പേര് പറഞ്ഞു. അപ്പൊ ഇന്ന് ചെയ്ത സ്കിറ്റിന് എത്രത്തോളമാണ് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്തെന്നുള്ളത് നമുക്ക് കണ്ടാലോ? പിന്നെ നിങ്ങൾ ആരും വിഷമിക്കണ്ട, കരയണ്ട കേട്ടോ. അവര് വരെ സപ്പോർട്ട് ചെയ്യുന്നിപ്പുണ്ടോ? ഒരു നല്ല കൈയ്യടി കൊടുത്തേ. അത്രേ ഉള്ളൂ. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ബാറ്ററി നോക്കാം. പിന്നെ നോക്കിക്കോ. കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ധൃതതുണ്ടന താളത്തിൽ 7,000 rupees ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അതിനും കരയുവാന്നോ? അയ്യോ, എല്ലാത്തിനും ഇങ്ങനെ കരയല്ലേ? ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്രാമത്തെ തവണയാണ്? രണ്ടാമത്തെ തവണയാണോ? രണ്ടാമത്തെ തവണയാണ്. അപ്പൊ ഇനിയും സ്റ്റേജുകൾ ഇരിക്കല്ലേ, ഇനിയും മുന്നോട്ടേക്ക് വരിക. സ്ക്രിപ്റ്റുകളൊക്കെ അടിപൊളിയാക്കുക, ചിരിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് തരാം. 6 മിനിറ്റിനുള്ളിൽ സ്കിറ്റ് ചെയ്യാ, പൈസ അങ്ങ് വാരിക്കൊരു മേടിച്ചോണ്ടങ്ങ് പോവാ. അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശ്വേത ചേച്ചി ആ എമൗണ്ട് ചൂടോടെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തോളൂ. ഇതാ യെസ്, ക്രെഡിറ്റ് ആയിരിക്കാണ്. ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയി. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇനിയും വരാ, പുതിയ പുതിയ വേഷങ്ങൾക്കായി ഞങ്ങളും കാത്തിരിക്കാണ്. തമാശകളും വേണം തീർച്ചയായും. ഓൾറൈറ്റ്.